അസ്സലാമു അലൈക്കും. ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ദിവസത്തെ ഈവനിങ് വിശേഷങ്ങളുമായിട്ടാട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഈവനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ വിൻ്റർ ആയതിനു ശേഷം നമ്മൾ ഇന്ന് വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെ നടക്കാൻ പോകാറുണ്ട് കേട്ടോ, ഞാനും മോളും കൂടി. അപ്പോൾ മോളുടെ സൈക്കിളൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് പോക്ക്. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ഡിന്നറിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഐസ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. എന്നാൽ നമ്മൾ പോയി വന്ന് ഒന്ന് ഫ്രഷായി വരുമ്പോഴേക്കും അതിൻ്റെ ഐസൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിന്നർ ഉണ്ടാക്കാമല്ലോ. അപ്പം നമ്മൾ കോർണിഷിലേക്കാട്ടോ നടക്കാൻ പോക്ക്. അപ്പം നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുത്താണ് നമുക്ക് കോർണിഷ്, നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പം മോളങ്ങനെ സൈക്കിളിലിരുത്തിയിട്ട് അങ്ങനെ പോയിട്ട് കുറച്ച് നടന്നിട്ട് ഇപ്പം നല്ല രസമാണല്ലോ, വിൻ്റർ ആയതുകൊണ്ട് കോർണിഷിലൊക്കെ നടക്കാൻ നല്ല രസമാണ്. പിന്നെ മോൾക്കും തന്നെ ഒരു ചേഞ്ച് ആവുമല്ലോ. അപ്പം ഈ വിൻ്ററിലൊക്കെ അല്ലേ നമുക്കിങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊക്കെ പറ്റുള്ളൂ, സമ്മറിലൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ പിന്നെ വിൻ്റർ ആയപ്പോൾ നമ്മളിങ്ങനെ നടക്കാൻ പോക്കുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തെല്ലാം കോർണിഷിൽ നടക്കാൻ പോകാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല, നമുക്ക് എന്താ പറയുക, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തണുപ്പായിരിക്കും കേട്ടോ. പിന്നെ ഒരു ഈവനിങ് സമയമായതുകൊണ്ട് നല്ലൊരു വൈബാണ്. ഒരുപാട് പേര് നടക്കാൻ വരുന്നുണ്ടാവും, കുറേ പേര് ഫിഷിംഗ് ഉണ്ടാവും, ബോട്ടിംഗ് ഉണ്ടാവും. ഇതൊക്കെ കണ്ടങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. നമുക്ക് ടൈം പോകുന്നതേ അറിയില്ല, പെട്ടെന്ന് തന്നെ സമയം പോകുന്ന പോലെ തോന്നും കേട്ടോ. പിന്നെ മോളും തന്നെ ഇങ്ങനെ അവിടെ ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്ത് അവൾക്കും നല്ല രസമാണ്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെടി ഇങ്ങനെ ഇതിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ വീണെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എൻ്റെ അടുത്തുണ്ട്, അപ്പം ആ ഒരു ചട്ടിയിൽ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാട്ടോ. നമ്മൾ ഒരു മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ തിരിച്ചെത്താൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പം ഒരു രാത്രിയാവുന്നതിൻ്റെ മുന്നേ തന്നെ തിരിച്ചെത്താൻ നോക്കാറുണ്ട്. പിന്നെ എത്തി ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോഴേക്കും തന്നെ ബാങ്കൊക്കെ കൊടുത്ത് പിന്നെ അങ്ങനെ നിസ്കരിച്ച് പിന്നീടാണ് ഡിന്നറിലേക്കുള്ള പണികളൊക്കെ തുടങ്ങാം കേട്ടോ. പിന്നെ നടത്തെല്ലാം കഴിഞ്ഞ് വന്നാൽ നമുക്കൊരു ക്ഷീണമാണല്ലോ. അപ്പോൾ വന്ന ഉടനെ തന്നെ കുറച്ച് നേരം ഒന്നിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കും കേട്ടോ. മോളുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. അപ്പോൾ ഈ ഒരു നടന്ന് കഴിഞ്ഞ് വന്ന് ഒരു എന്താ പറയുക, റെസ്റ്റ് എടുക്കുന്ന സമയം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സുഖമുള്ളൊരു സമയം കേട്ടോ. പിന്നെ ഞാൻ ഫ്രഷെല്ലാം ആയി ആ ഒരു കിട്ടിയ ചെടി ഒന്ന് ആ ഒരു ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഡിന്നറിന് ഞാൻ
അരായ്സും പിന്നെ ചിക്കൻ സാത്തയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അരായ്സ് ഉണ്ടാക്കാനുള്ള കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി കുറച്ച് ലെഫ്റ്റ് ഓവർ കുബൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം തലേന്ന് ഗ്രിൽ ചിക്കൻ വാങ്ങിച്ചതിൻ്റെ കുറച്ച് ലെഫ്റ്റ് ഓവർ കുബൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരായ്സ് ആക്കാമെന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ എളുപ്പമാണല്ലോ, നമുക്ക് ആ ഒരു കുബൂസ് നമുക്ക് യൂസ് ആക്കുകയും ചെയ്യാം, നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കോംബോ ആയിട്ടെന്നുള്ള രീതിയിൽ ചിക്കൻ സാത്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ചായിട്ട് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സാധനമാണ്. ഞാനത് കഴിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയൂടാ. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലൊരു റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പം റെസിപ്പി എല്ലാം നോക്കുമ്പം എൻ്റെ അടുത്ത് അതിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം ഇങ്ങനെ സ്ട്രിപ്പാക്കി കട്ട് ചെയ്തിട്ടാട്ടോ ഉള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ സ്ട്രിപ്പാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊന്ന് കട്ടാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ നമ്മളൊന്ന് ഫ്ലാറ്റാക്കി എടുക്കുമല്ലോ, അപ്പോൾ ഒന്ന് ഫ്ലാറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ലെമൺ ഗ്രാസ് വേണം, ഗാർലിക്ക് വേണം, ഒരു കഷ്ണം ഇഞ്ചി വേണം, പിന്നെ കുറച്ച് ചെറിയുള്ളിയും വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ടിട്ട് പിന്നെ നമ്മളുടെ സ്പൈസ് പൗഡേഴ്സ് ഉണ്ടല്ലോ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ സോയ സോസ്, പിന്നെ ഫിഷ് സോസ്, ബ്രൗൺ ഷുഗർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാല ആക്കി എടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ മിക്സിയിലിട്ടിട്ട് മസാല ആക്കിയിട്ട് തേച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പറേഷനൊക്കെ ഭയങ്കര ഈസി കേട്ടോ, നമുക്ക് പെട്ടെന്ന് പണി കഴിയും. ജസ്റ്റ് ആ ഒരു ചിക്കനിൽ ഈ ഒരു മസാല തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പണി കഴിഞ്ഞു കേട്ടോ, പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ സംഗതി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെയാണോ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഇത് കഴിച്ച് നോക്കിയിട്ടില്ല, അപ്പം ഇങ്ങനെയാണോ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴുള്ള ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല കേട്ടോ, എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിക്കൻ സാത്തേൻ്റെ കൂടെ ഒരു സോസും കൂടി ഉണ്ട് കേട്ടോ, അപ്പോൾ അതും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മാരിനേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാരിനേഡ് നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. പിന്നെ ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് തോന്നിയത് നമ്മൾ ലെമൺ ഗ്രാസ് എടുക്കുമ്പം അളവൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ഒരു കുത്തൽ വരുന്നുണ്ട്. അപ്പം ഞാൻ എടുത്തതിൽ കുറച്ചൊരു ക്വാണ്ടിറ്റി കൂടിയപ്പോൾ തന്നെ ചെറിയൊരു കുത്തലും പോലെ ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇക്ക പറഞ്ഞത് കുഴപ്പമില്ല എന്നാട്ടോ, ഇക്ക കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാറിന് ഏകദേശം അതുപോലെ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം അല്ല, അപ്പോൾ ഇനി ഉണ്ടാക്കി എന്തായാലും ശരിയാകും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ അരായ്സ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അരായ്സിലേക്ക് നമുക്ക് ഒരു ഫില്ലിങ് വേണമല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി മിൻസ്ഡ് മീറ്റാണ് ഇവിടെ യൂസ് ആക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് സവാളയും മല്ലിയിലയും ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ഗരം മസാല, പെപ്പർ പൗഡർ, ക്യൂമിൻ പൗഡർ ഇതെല്ലാം ചേർത്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ഒരു മിൻസ്ഡ് മീറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിങ്ങനത്തെ ഈ ഒരു റൈസൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ ഫില്ലിങ് മാക്സിമം നമ്മൾ കുറച്ചൊരു പ്ലെയിൻ ആക്കിയിട്ട് വെക്കണം. പ്ലെയിൻ മീൻസ് നമ്മൾ ഓവർ മസാല ഒന്നും ഇടാതെ ഒരു പ്ലെയിൻ ആക്കിയിട്ട് ആ ഒരു മീറ്റിൻ്റെ ടേസ്റ്റ് ഫുള്ള് വരുന്ന രീതിയിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ആ ഒരു മീറ്റിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നതാണ് ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് മസാല ഒന്നും ചേർത്തിട്ടില്ല, കുറച്ച് മസാല മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു മസാല എല്ലാം ചേർത്തിട്ട് ഞാൻ റൈസിൻ്റെ ആ ഒരു ഫില്ലിങ് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു ചിക്കൻ സാത്തയുടെ ആ ഒരു സോസ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പീനട്ടാട്ടോ. അപ്പോൾ പീനട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പീനട്ട് ബട്ടർ യൂസ് ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സോസ് ഉണ്ടാക്കാനും സിമ്പിളാട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയ 2 റെസിപ്പിയും നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാം നമുക്കൊന്ന് മിക്സിയുടെ ജാറുണ്ടെങ്കിൽ നമ്മളുടെ പണി കഴിയുമെന്നുള്ള റെസിപ്പീസാട്ടോ. അപ്പോൾ ഇതാട്ടോ എൻ്റെ അടുത്തുണ്ടായിരുന്ന ലെഫ്റ്റ് ഓവർ കുബൂസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ആ ഒരു ഫില്ലിങ് ഫ്രിഡ്ജിൽ വെച്ചെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണ്ട. എന്നാൽ നമുക്ക് ആ ഒരു ഫില്ലിംഗ് ഒന്നൊന്ന് ടൈറ്റായിട്ട് കിട്ടും. കാരണം ഇത് ഓൾറെഡി മിൻസ്ഡ് മീറ്റ് ആയതുകൊണ്ടും പിന്നെ നമ്മൾ അതിൽ ചേർത്ത മസാല ഒന്ന് മിക്സിയിൽ അടിച്ചപ്പോൾ കുറച്ചൊരു വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റായി കിട്ടാൻ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ആ ഒരു കുബൂസിൻ്റെ ഉള്ളിൽ ഫില്ലാക്കിയിട്ട് കൊടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ ഫില്ലാക്കുന്ന സമയത്ത് ഭയങ്കര കട്ടിയിലും ഫില്ല് ചെയ്യരുത്, ഭയങ്കര നൈസായിട്ട് ഫില്ല് ചെയ്യരുത്. ഒരു മിനിമം തിക്നെസ്സിൽ നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ. ഒരുപാട് കട്ടിയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിക്കാൻ അത്ര വലിയൊരു സുഖം ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് ഭയങ്കര ഒരു മടുപ്പ് തോന്നും. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ കുബൂസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേറെ എളുപ്പം നമുക്കിങ്ങനെ പാക്കറ്റ് കുബൂസ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ്. നമുക്കിങ്ങനെ ഗ്രില്ലിൻ്റെ കൂടെയൊക്കെ വാങ്ങിക്കുമ്പം നമുക്കിങ്ങനെ ഒരു കുബൂസ് ഇങ്ങനെ 4 പീസാക്കിയിട്ടുള്ളതൊക്കെ കിട്ടുമല്ലോ. അപ്പം അത് കറക്റ്റ് ആ ഒരു ഷേപ്പാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ഞാനിപ്പം എല്ലാ കുബൂസും ഫില്ലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് കറക്റ്റ് ആയിരുന്നു ആ ഒരു കുബൂസിന് വേണ്ടിയിട്ട്. ചിക്കൻ സാത്തയും ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ പിന്നെ അതും ഒന്ന് സ്ക്യൂറിൽ കുത്തിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്യൂർ ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കരിഞ്ഞു പോകില്ല നമ്മുടെ ഈ ഒരു സ്റ്റിക്ക്. മറ്റേ നമ്മൾ ചിലപ്പോൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റിക്ക് കരിഞ്ഞു പോകും. പിന്നെ ഇതൊന്ന് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരൊറ്റയടിക്കെല്ലാം ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പത്തിരിച്ചട്ടി കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇത്തിരി കേട്ടോ. പിന്നെ ഇത് സ്ട്രിപ്പാക്കിയിട്ട് നമ്മൾ ഫ്ലാറ്റ് ആക്കിയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കില്ല, വേഗം തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ അതവിടെ കുക്കാവുന്ന സമയത്ത് ഞാൻ ആ സോസ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ മിക്സിയിൽ നമ്മൾ പീനട്ട് ബട്ടറും പിന്നെ സോസുകളെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടൊരു ഇതുണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് സിം ആക്കിയിട്ട് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഇപ്പം ഈ ഒരു സോസ് എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ളൊരു സോസായിരിക്കും കേട്ടോ. മധുരവും പുളിയും എരിവും ഒക്കെ അങ്ങനത്തെ ഒരു സോസാട്ടോ. ഒരു വേറെ തന്നെ ഒരു സോസ്, നമ്മൾ സാധാരണ കഴിക്കുന്നൊരു സോസല്ല കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. അതിപ്പം നമ്മൾ സാത്തേ ആയാലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാട്ടോ. നമ്മളുടെ മസാല ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ടേസ്റ്റേ അല്ല നമുക്ക് വരിക. കാരണം നമ്മൾ ഈ ബ്രൗൺ ഷുഗറും ലെമൺ ഗ്രാസും പിന്നെ ഫിഷ് സോസും എല്ലാം ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. ഇതെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മളുടെ ഒരു മസാലയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് ഇഷ്ടമാവുമെന്ന് അറിയില്ല. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ സാത്തയെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു റൈസും കൂടി ഇന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കാസ്റ്റ് അയൺ പാനാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ആ ഒരു കുബൂസ് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുമല്ലോ. ഇതും തന്നെ നമുക്ക് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ മിൻസ്ഡ് മീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ക്രിസ്പിയാക്കി എടുത്താൽ മതി ആ ഒരു കുബൂസ്. കണ്ടോ, മീറ്റെല്ലാം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ.
പിന്നെ നമ്മൾ ചെയ്യുമ്പം കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഈ ഒരു മീറ്റിൽ നിന്ന് എങ്ങനെ പോയാലും കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഡ്രൈ ആയി പോകാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോന്നും ആവുന്ന സമയം കൊണ്ട് തന്നെ സൈഡിൽ നമ്മൾ ക്ലീൻ ആക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരൊറ്റയടിക്ക് എല്ലാ പണിയും ഒരുമിച്ച് കഴിഞ്ഞ് കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഒരു ചൂടോട് കൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പം ഞാനിത് വീഡിയോ ഒക്കെ എടുത്ത് വരുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോഴേക്കും തണുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അറിയാമല്ലോ, നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തണുത്തിട്ട് കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീലും ചൂടോട് കൂടി കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീലും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഉണ്ടാക്കുക, അപ്പോൾ തന്നെ കഴിക്കുക, ആ ഒരു രീതിയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഡിന്നർ റെഡി ആയിട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിന്നറായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നമ്മളുടെ ഫുഡൊക്കെ വിട്ടിട്ട് ഇങ്ങനത്തെ ഡിന്നറൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.